ചോദ്യം നമ്പർ 34 ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 34A. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന പക്ഷം അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനായി എല്ലാ സർക്കാർ ഓഫീസുകളും കേന്ദ്രീകരിച്ച് വിവരദാതാക്കളുടെ ഒരു ശൃംഖല തന്നെ വിജിലൻസ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി നിരീക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നവർക്കെതിരെ പരാതി നൽകാൻ പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അഴിമതി നടത്തുന്നവരെ കൈയോടെ പിടിക്കുന്നതിനായി ട്രാപ്പ് കേസുകൾ കൂടുതലായി രജിസ്റ്റർ ചെയ്തു വരികയും ആയതിലൂടെ അഴിമതി തടയുന്നതിലേക്ക് കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അഴിമതി സംബന്ധമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് യഥാസമയം വിജിലൻസ് ആസ്ഥാനത്ത് അറിയിക്കുന്നതിന് വേണ്ടി 1064 എന്ന ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടാതെ അഴിമതി സംബന്ധമായ വിവരങ്ങൾ 9447789100 എന്ന നമ്പറിലേക്ക് വാട്സാപ്പായി സ്വീകരിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇമെയിലായും 8592900900 എന്ന നമ്പറിലും വിജിലൻസ് ആസ്ഥാനത്ത് പരാതി സ്വീകരിച്ചു വരികയാണ്. സർ, മുഴുവൻ മേശപ്പുറത്ത് വെച്ചാൽ മതി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സർ, ഈ വിജിലൻസ് കേസുകളിൽ കുറ്റവാളികളായി കണ്ടെത്തുന്നവരെ അവർ പലപ്പോഴും രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം. വിജിലൻസിൻ്റെ പ്രവർത്തനം സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷിക്കാനും അഴിമതി നടത്തുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. സാർ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, 1960കളിലാണ് വിജിലൻസ് മാനുവൽ ഉണ്ടാക്കിയത്. അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, അടുത്ത സഭാ സമ്മേളനത്തിന് മുമ്പ് പുതിയ വിജിലൻസ് മാനുവൽ ഇറക്കിയിരിക്കുമെന്ന്. സാർ, അതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങേക്കും അറിയാതെ. കാരണം പല ട്രാപ്പ് കേസാണെങ്കിലും അല്ലാത്ത കേസുകളാണെങ്കിലും വരുമ്പോൾ ഈ പഴയ മാനുവൽ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ഫലപ്രദമായ മാറ്റം വരും. അഴിമതി വിമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതി പ്രൊജക്ട് സീറോ 26/5/2026 ഉദ്ഘാടനം ചെയ്തു. സാർ, ഇത് വിജിലൻസ് നിരീക്ഷിച്ചതിൻ്റെ ഫലമായി ഇത് ഉദ്ഘാടനം ചെയ്ത് 3 ദിവസത്തിനകം ചേർത്തല DYSPയെ 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നത് നേരിട്ട് വിജിലൻസ് പിടിച്ചു. ഒരു DYSPയെ തന്നെ സസ്പെൻഡ് ചെയ്ത സംഭവം ഉണ്ടായി. അപ്പോൾ പ്രൊജക്ട് സീറോ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജിലൻസ് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അഴിമതി രഹിത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്പീഡിൽ പോയ അടുത്ത ആളിനോട് ചോദിക്കാം. സർ, സ്ഥിരം അഴിമതിക്കാരെ നിരീക്ഷിക്കാൻ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുമോ? ഈ വിജിലൻസ് വിഭാഗത്തിൻ്റെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വാഹനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ? മന്ത്രി. സർ, പ്രധാനമായും പ്രോ ആക്റ്റീവ് വിജിലൻസ്, പ്രിവെൻറ്റീവ് വിജിലൻസ്, ഡിജിറ്റൽ വിജിലൻസ്, പാർട്ടിസിപ്പേറ്റീവ് വിജിലൻസ് എന്നീ 4 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പുതിയ പദ്ധതി പ്രോജക്റ്റ് സീറോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സംശയമുള്ള ഉദ്യോഗസ്ഥർ പരാതികൾ ലഭിക്കും പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. സാർ, ഇതിനകത്ത് വന്നിരിക്കുന്നൊരു പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ഇന്ത്യയിലെ തന്നെ അഴിമതി നിരോധനത്തിന് ഏറ്റവും വലിയ വിഘാതം സൃഷ്ടിച്ചത്. മോഡി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ്. ആ നിയമത്തിൽ PC ആക്ടിൽ വരുത്തിയ ഭേദഗതിയാണ്. PC ആക്ടിൽ വരുത്തിയ ഭേദഗതി പ്രകാരം ഒരാളുടെ പേരിൽ നടപടിയെടുക്കണമെങ്കിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണം. അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ ഇല്ലാതെ ഒരാളുടെ പേരിൽ FIR ഇടുകയോ നടപടി കേസുമായി മുന്നോട്ട് പോയി ചെയ്യാൻ കഴിയില്ല. അത് ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ ഉടനീളം. സുപ്രീം കോടതിയിൽ എൻ്റെ ഒരു കേസ് നിലവിലുണ്ട്. കാരണം ഈ ഭേദഗതി PC ആക്ടിലെ ഈ ഭേദഗതി ഇന്ത്യയിലെ അഴിമതി നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ കൊടുത്ത കേസിൽ ഞാനൂടി കക്ഷി ചേരുകയാണ് ചെയ്തത്. സാർ, ഇത് വലിയ അപകടമാണ്. ഇത് എങ്ങനെ അഴിമതി തടയും? വിജിലൻസ് ഒരു ആളിനെ കണ്ടെത്തി ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുമ്പോൾ
ശിക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ സാങ്ഷൻ വേണ്ടി വരും. ആ സാങ്ഷൻ കൊടുക്കേണ്ടത് ആരാണ്? അപ്പോയിൻറ്റിങ് അതോറിറ്റിയാണ്. അപ്പോൾ മന്ത്രിക്കെതിരെയാണെങ്കിൽ അത് അപ്പോയിൻറ്റിങ് അതോറിറ്റി ആരാണ്? ഗവർണറാണ്. ഉദ്യോഗസ്ഥനാണ് ആ മേലുദ്യോഗസ്ഥനാണ്. അങ്ങനെ ഓരോ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സാങ്ഷൻ കൊടുക്കേണ്ടത് അവരുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയായി മാറുമ്പോൾ പല അഴിമതി കേസുകളും സാങ്ഷൻ കൊടുക്കാതെ കിടക്കുന്നു എന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം അതൊരു വലിയ പ്രശ്നമാണെന്ന് കൂടി സഭയെ അങ്ങയിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ ശക്തൻ വേഗം ചോദിച്ചോളൂ. ശ്രീ എൻ ശക്തൻ. സർ, അഴിമതി സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തുന്നതിന് വേണ്ടി സമയം കഴിഞ്ഞ് വേഗത്തിലായിക്കോട്ടെ. മനഃപൂർവ്വം വച്ച് താമസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ടവർ വന്ന് കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാലേ ഫയൽ നീങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതും അഴിമതിയായി വച്ച് താമസിപ്പിക്കുന്നതും കാലതാമസം ഉണ്ടാക്കുന്നതും അഴിമതിയായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ഒറ്റ സർ, ഇനോർഡിനേറ്റ് ഡിലേ ഇറ്റ് വിൽ അമൗണ്ട്സ് ടു കറപ്ഷൻ. ഇത് സത്യമാണ് സാർ. തീർച്ചയായിട്ടും ആ കാലതാമസം വരുത്തി ആളുകൾ വന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഈ നിരീക്ഷണ വലയത്തിൽ 0-ൽ ഉൾപ്പെടുത്തുമെന്ന് പറയാനാണ്. ചോദ്യോത്തര സമയം കഴിഞ്ഞു.